മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഏലഞ്ചിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. പണ്ടത്തെ അമ്മമാര് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇത്. നല്ല സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ചിട്ട് ഇത് നല്ലപോലെ കലക്കിയെടുക്കണം. ഞാനിതിപ്പോ പാലൊഴിച്ചിട്ടാണ് കലക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം. പക്ഷെ പാലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതേപോലെ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. നല്ല ലൂസ് ആയിട്ടുള്ള മാവാക്കിയിട്ട് എടുത്താൽ മതി. കാരണം നല്ല തിന്നായിട്ടുള്ള ദോശയാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കിയതിന് ശേഷം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫില്ലിംഗ് ആണ്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പൊ ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നല്ലപോലെ വറന്നു വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് അതേ നെയ്യിൽ തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നല്ലപോലെ ഇത് വറുത്തിട്ട് ഇതിന്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരണം. മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ പഴം ചേർക്കുന്നവരുണ്ട്, പരിപ്പ് ചേർക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവർ മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ തേങ്ങന്റെ കളറെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് അടിക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി. ഇനി ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമ്മൾ ദോശത്തവ ഒന്ന് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ മാവ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. നല്ല നേരിയതായിട്ടുള്ള ദോശ ഉണ്ടാക്കണേ, എന്നാലാണ് ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതേപോലെ നമ്മൾ ചുറ്റിച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ ഇതിന്റെ കളറ് മാറിപ്പോവും. ഇതേ കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് 2 സൈഡിൽ നിന്ന് ഒന്ന് മടക്കിയിട്ട് വേണം ബാക്കിയുള്ളത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചെയ്യുമ്പം ചൂടോടെ തന്നെ ചെയ്യണേ, എന്നാലേ ഇത് ഒട്ടി നിൽക്കുള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് പണ്ടത്തെ അമ്മമാര് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടി കമന്റ് ചെയ്യണം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.